തിരയെത്തുമ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് വടക്കനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. താത്തൂർ സെക്ഷനിൽ ഓനച്ചൻ കവലയിൽ വെച്ചാണ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കും. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ. ഫൈസൽ, ഈ മുട്ടിക്കൊമ്പൻ ഒരുപാട് കാലമായി ആ മേഖലയിലാകെ വലിയ ഭീതി വിതക്കുകയാണ്. ഇതുവരെ മുട്ടിക്കൊമ്പനെ തളയ്ക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നു. വനവകുപ്പ് എത്താൻ പോകുന്നു. മുട്ടിക്കൊമ്പൻ ദൗത്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫു, 13-ാം ദിവസം മുട്ടിക്കൊമ്പൻ ദൗത്യൻ വിജയകരമായി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. ആൻറ്റിഡോട്ടും കൊടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വനത്തിനകത്ത് നിന്ന് ആനയെ വനംവകുപ്പ് പ്രത്യേകം സജ്ജമാക്കിയ ലോറിയിൽ കയറ്റി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനുവേണ്ടി കുങ്കി ആനകളെയൊക്കെ ഈ വനമേഖലയ്ക്കകത്തേക്ക് വനംവകുപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. RRT സംഘങ്ങളുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുട്ടിക്കൊമ്പനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ചെങ്കിലും എന്നാൽ അത് ദൗത്യം പരാജയപ്പെട്ടു. പിന്നീട് പലതവണ മുട്ടിക്കൊമ്പൻ വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ പെടുകയും ക്യാമറ ട്രാപ്പുകൾ ഒരു ദിവസം മുഴുവനായും ആനയെ നിരീക്ഷിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആനയെ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ പിടികൂടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും തന്നെ എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് പൂർണ്ണമായിക്കൊണ്ടും ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഇന്ന് തന്നെ മുട്ടിക്കൊമ്പൻ്റെ ദൗത്യം പൂർണ്ണമായും വിജയകരമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും വനം വകുപ്പ് ഉള്ളത്. രാവിലെ 4 മണിയോടുകൂടിയാണ് ഇന്നത്തെ ദൗത്യം പുനരാരംഭിച്ചത്. 7 മണിയോടുകൂടി തന്നെ ആനയെ മയക്കുവെടി വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഈ ഒരു വിഷയത്തിലുണ്ട്. കാരണം ഒരാളുടെ, ഈ നാട്ടിലെ വടക്കനാട് യുവ കർഷകൻ്റെ ജീവനെടുത്ത ഒരു കാട്ടാന, അതിനുശേഷം നിരന്തരം ജനവാസ മേഖലയിൽ എത്തുകയും വ്യാപകമായി കൃഷിനാശം ഉൾപ്പെടെ വരുത്തുകയും ചെയ്ത ഒരു ആനയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ വടക്കനാട് മേഖലയിൽ ആളുകളുടെ ജനജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ആളുകളെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം, കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും വടക്കനാടുകാരുടെ സ്വൈര്യം കെടുത്തിയ ഒരു ആനയാണ്. അപ്പോൾ ആനയെ മയക്കുവെടി വെക്കണമെന്നടക്കമുള്ള ആവശ്യം നിരവധി തവണ ഉന്നയിക്കുക, ഇവിടുന്ന് കൊണ്ടുപോകണമെന്നടക്കമുള്ള ആവശ്യം നാട്ടുകാർ പലതവണ ഉന്നയിച്ചതുമാണ്. അങ്ങനെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. അതിനുശേഷം ഇന്ന് 13-ാമത്തെ ദിവസം ആനയെ പിടികൂടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ആനയെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റുകയായിരിക്കും. തുടർ ചികിത്സകളൊക്കെ കൊടുത്ത് അതിനുശേഷമായിരിക്കും ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ വനംവകുപ്പ് ആലോചിക്കുക. സൈഫു, എന്തായാലും ദീർഘകാലമായ മേഖലയിലാകെ വലിയ ഭീതി വിതച്ച മുട്ടിക്കൊമ്പനെ നിലവിൽ വരുതിയിലാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആനപ്പന്തിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഫൈസൽ നെടുമ്പാല നൽകിയത്.